ഹായ് കൂട്ടുകാരെ, പരാശരമുനിയുടെയും സത്യവതിയുടെയും പുത്രനായ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ അഥവാ വ്യാസമുനി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 1.25 ലക്ഷത്തോളം വരുന്ന സംസ്കൃത ശ്ലോകങ്ങളിൽ മഹാഭാരത കഥ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുകയാണ്. ഇതിനെ ഒന്ന് എഴുതി വെക്കണം, അതിനു പറ്റിയ ഒരാളെ തിരിഞ്ഞു നടക്കുകയായി അദ്ദേഹം. ശ്ലോകങ്ങൾ ചൊല്ലലും എഴുതി വെക്കലും രണ്ടും കൂടി ഒരാളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എഴുതാൻ വേറൊരാൾ വേണം താനും. അങ്ങനെ മഹാതപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മദേവൻ വ്യാസമുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വൈദികവും ലൗകികവുമായ എല്ലാ വിഷയങ്ങളും അടങ്ങിയ ശ്രേഷ്ഠമായ ഒരു മഹത് ഗ്രന്ഥം അതെൻ്റെ ഭാവനയിലുണ്ട്. അതൊന്ന് എഴുതി വെക്കാൻ പറ്റിയ ആളെ അങ്ങ് തരണം. ബ്രഹ്മദേവനോട് വ്യാസമുനി അപേക്ഷിച്ചു. വലിയ വലിയ തത്വജ്ഞാനികളായ താപസന്മാരെക്കാളും മുനി സത്തമന്മാരെക്കാളും മീതയാണ് അങ്ങയുടെ സ്ഥാനമെന്ന് ബ്രഹ്മാവ് വേദവ്യാസനോട് പറഞ്ഞു. അതുപോലെ തന്നെ സത്യവും വേദാർത്ഥങ്ങളും പ്രതിപാദിക്കാൻ വേദവ്യാസൻ എന്ന അങ്ങ് സമർത്ഥനുമാണ്. ആ നിലയ്ക്ക് അങ്ങയുടെ കാവ്യം ലോകപ്രസിദ്ധമായി തീരുക തന്നെ ചെയ്യുമെന്ന് ബ്രഹ്മാവ് വേദവ്യാസനോട് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങ് ഗണപതിയെ ധ്യാനിക്കൂ. അഭീഷ്ടവരദായകനായ ഗണനാഥൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് അത് സാധിക്കുകയും ചെയ്യും, ബ്രഹ്മാവ് വേദവ്യാസനോട് പറഞ്ഞു. അങ്ങനെ ഗണപതിയെ വേദവ്യാസൻ ധ്യാനിക്കുകയും വേദവ്യാസന്റെ മുമ്പിൽ ഗണപതി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്തു വരമാണ് അങ്ങേക്ക് വേണ്ടത്? ഗണപതി ചോദിച്ചു. എൻ്റെ മനസ്സിൽ 1.25 ലക്ഷത്തോളം വരുന്ന ശ്ലോകങ്ങളാണുള്ളത്. വലിയൊരു കഥ, ഞാൻ കൂടി ഉൾപ്പെട്ട കഥ, അത് രചിക്കണം. അങ്ങ് എന്നെ സഹായിക്കണം. ഓ, അതിനെന്താ, ഞാൻ എഴുതി തരാം, ഗണപതി പറഞ്ഞു. പക്ഷേ എൻ്റെ പേന നിർത്താനേ പാടില്ല. എൻ്റെ എഴുത്താണി അഥവാ എൻ്റെ പേന നിർത്താതെ എഴുതിക്കൊണ്ടിരിക്കും. ആ സ്പീഡിൽ വേണം, ആ ഒരു വേഗത്തിൽ വേണം താങ്കൾ ഈ ശ്ലോകങ്ങൾ ചൊല്ലാൻ. വേദവ്യാസൻ സമ്മതിച്ചു. പക്ഷേ ഇതെഴുതുമ്പോൾ ഞാൻ പാടുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം കൂടി മനസ്സിലാക്കണം, ഗണപതിയോട് വേദവ്യാസൻ പറഞ്ഞു. ഓ, ആയിക്കോട്ടെ. അങ്ങനെ മഹാഭാരതം എന്ന മഹത് ഗ്രന്ഥം ഗണപതിയാൽ രചിക്കപ്പെട്ടു. നിർത്താതെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു, നിർത്താതെ ഗണപതി എഴുതിക്കൊണ്ടേയിരുന്നു. അർത്ഥം ഗ്രഹിക്കും മുമ്പേ ഇദ്ദേഹം ചൊല്ലും, ഇദ്ദേഹം ചൊല്ലും മുമ്പേ ഗണപതി എഴുതും. അങ്ങനെ അങ്ങനെ അത് അവസാനിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ ആ മഹത് ഗ്രന്ഥം രചിക്കപ്പെട്ടു, മഹാഭാരതം. 18 പർവ്വങ്ങളിലായി ദേവഭാഷയിൽ എഴുതിയ ഈ ഒരു ഗ്രന്ഥം മലയാളത്തിൽ ഒരുപാട് പേർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. ആദിപർവം. പാണ്ഡവരിൽ ഒരാളായ അർജുനന്റെ പുത്രനാണ് അഭിമന്യു. അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത്ത്. പരീക്ഷത്തിന്റെ പുത്രനാണ് ജനമേജയ രാജാവ്. ഈ ജനമേജയ രാജാവ് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ഉഗ്രശ്രവസ് എന്നു പേരുള്ള ഒരു മഹർഷി ഈ യാഗത്തിൽ പങ്കെടുക്കുവാൻ അവിടെ എത്തിച്ചേരുകയും ഉഗ്രശ്രവസിനോട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ വേദവ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാരതം പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. മഹാഭാരത കഥ ഉഗ്രശ്രവസ് അവിടെ കൂടിയിരിക്കുന്നവരോട് പറയുന്നിടത്താണ് ഈ ഒരു കഥയുടെ ആദിപർവത്തിലെ കഥകളുടെ ആരംഭം. മംഗളകാരിയും മംഗളസ്വരൂപനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഞാനിതാ ആ വലിയ ഗ്രന്ഥം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, ഉഗ്രശ്രവസ് അവിടെ കൂടിയിരിക്കുന്നവരോട് പറഞ്ഞു. അപ്പോൾ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.